വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഓ അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. മൂന്നാമതായി, അനുസരിക്കുക, യേശുവിനെ അനുസരിക്കുക. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയായിരുന്നു, കാനായിലെ കല്യാണ വീട്ടിൽ എന്തുകൊണ്ട് യേശു കർത്താവ് പോയി എന്ന് ചോദിച്ചാൽ യേശുവിനെ ശിഷ്യന്മാരെയും ആ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും യേശുവിനെ ക്ഷണിക്കുകയാണെങ്കിൽ കർത്താവ് കടന്നു വരും. അതുപോലെ രണ്ടാമതായി, അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായി, അവർക്ക് വീഞ്ഞ് തീർന്നു പോയി. ആ സമയത്ത് യേശുവിനെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ആ പ്രശ്നം അവിടെ മാറുവാനായിട്ട് കാരണമായി തീർന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ യേശുവിനെ ഉൾപ്പെടുത്താനും യേശുവിനെ അംഗീകരിക്കാനുമായിട്ട് നമുക്ക് പറ്റണം. മൂന്നാമതായി, നമ്മുടെ ജീവിതങ്ങൾ വിജയിക്കണമെങ്കിൽ യേശുവിനെ അനുസരിക്കുക, യേശുവിൻ്റെ വചനങ്ങളെ അനുസരിക്കുക. വീണ്ടും ആ വിവാഹ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നോക്കിയാട്ടെ, വിവാഹത്തിന് വീഞ്ഞ് തീർന്നപ്പോൾ അവിടെ കുറച്ച് വേലക്കാർ നിൽപ്പുണ്ട്. അവരോട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ കൽഭരണികളിൽ, അതിനകത്ത് വീഞ്ഞുണ്ടായിരുന്നു, വീഞ്ഞ് തീർന്നു പോയി, അതിനകത്ത് പച്ചവെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. അവർ കോരി നിറച്ചത് വെള്ളമായിരുന്നു. നമ്മളായിരുന്നെങ്കിൽ ഒരു പക്ഷേ സംശയിക്കുമായിരുന്നു, നമുക്കാവശ്യം വീഞ്ഞാണ്, പച്ചവെള്ളമല്ല എന്ന് ചോദ്യങ്ങൾ ചോദിച്ചേനെ. പക്ഷേ അവരൊരു ചോദ്യവും ചോദിക്കാതെ കർത്താവ് എന്ത് പറഞ്ഞോ അതിനനുസരിക്കുവാൻ തയ്യാറായി. അവരതിനെ കോരി നിറച്ചു. കോരി നിറച്ചു. എന്നിട്ട് പറഞ്ഞു, അതിനെ കോരി ആദ്യം വിരുന്ന് വാഴിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവരും. അനുസരിക്കുക, ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുക. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, അത് യേശു കർത്താവ് തന്നെ പറഞ്ഞൊരു വചനമാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അപ്പോൾ ദൈവത്തിനെ സ്നേഹിക്കുന്ന മക്കൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിരിക്കും. നയമാന് കുഷ്ഠരോഗമായിരുന്നു. ഈ കുഷ്ഠരോഗം മാറാനായി നയമാൻ സൗഖ്യം അന്വേഷിച്ചു പോയപ്പോൾ എലീശ ആളയച്ച് പറഞ്ഞു, നീ സൗഖ്യം നേടാൻ വേണ്ടി യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങി കുളിക്കാൻ പറഞ്ഞു. നയമാൻ ആദ്യം സംശയത്തോടുകൂടെ ആണെങ്കിലും പിന്നീട് അത് അനുസരിക്കുവാൻ തയ്യാറായി. 7 പ്രാവശ്യം നയമാൻ മുങ്ങി എഴുന്നേറ്റപ്പോൾ അവൻ്റെ ശരീരത്തിലുള്ള കുഷ്ഠരോഗം മാറി. അതുകൊണ്ട് ദൈവം പറഞ്ഞാൽ അത് ചെയ്യുക, അതനുസരിക്കുക. അതിനപ്പുറമോ ഇപ്പുറമോ ഇല്ല. ദൈവം എന്ത് പറഞ്ഞോ അത് ചെയ്യുക എന്നൊരു കാര്യമാണ് നമുക്കുള്ളത്. അനുഗ്രഹങ്ങൾ നേടാൻ വേണ്ടി നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അനുസരിക്കുന്നവരായിട്ട് മാറാം. നമ്മുടെ അഹങ്കാരം വിട്ടുകളഞ്ഞ് താഴ്മ പഠിക്കുവാനും ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കും. നമ്മൾ വിജയികളായിട്ട് മാറുക തന്നെ ചെയ്യും. God bless you.